നെക്സ്റ്റ് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. റൂദർഫോർഡ്സ് മോഡൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിലെ ചില ലിമിറ്റേഷൻസ് നമുക്കറിയാം. ആ ലിമിറ്റേഷൻസ് എല്ലാം ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അക്കോർഡിംഗ് ടു ബോർസ് മോഡൽ. ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിളെല്ലാം മറ്റുള്ള ആറ്റത്തിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, അപ്പോൾ അതിൻ്റെ ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. റൂദർഫോർഡ്സ് മോഡലിൽ പഠിച്ച പല കാര്യങ്ങളും ഇവിടെയും അപ്ലിക്കബിൾ ആണ്. അതായത് ഇൻ എവ്രി ആറ്റം അല്ലേ, ഓൾ ദ പോസിറ്റീവ് ചാർജ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് എ വെരി സ്മോൾ സ്പേസ്. ആറ്റത്തിലുള്ള എല്ലാ പോസിറ്റീവ് ചാർജും ഒരു ചെറിയൊരു സ്പേസിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. എല്ലാ ആറ്റത്തിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് മാസും ഇവിടെയാണ് വരുന്നത്. ഇത് ന്യൂക്ലിയസ് എന്ന് പറയും. നമ്മൾ റൂദർഫോർഡ് മോഡലിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, അതും ഉള്ളതാണ്. ഇലക്ട്രോൺ അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഓർബിറ്റ് അല്ലെങ്കിൽ നമുക്ക് എനർജി സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഈ പാത്തിനെ നമുക്ക് ഓർബിറ്റ് ഓർ എനർജി സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അക്കോർഡിംഗ് ടു ബോർ മോഡൽ, ഇലക്ട്രോൺ വിൽ സ്റ്റേ ഇൻ സം സ്പെസിഫിക് എനർജി സ്റ്റേറ്റ്സ്. അതായത് ഇവിടെ ഒരു ഓർബിറ്റ് മാത്രമല്ല ഉള്ളത്, ഇതേപോലെ പല പല ഓർബിറ്റുകളുണ്ട്. ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, ഫോർത്ത് ഓർബിറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടെ തന്നെ റിവോൾവ് ചെയ്യണമെന്നില്ല. ഇറ്റ് ക്യാൻ ജംപ് ഫ്രം ദിസ് സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. ഈ ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലോട്ട് ജമ്പ് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് റിവോൾവ് ചെയ്യാൻ പറ്റും. അവിടെ ഇരുന്ന് ഇങ്ങനെ റിവോൾവ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോണിന് ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഏറ്റവും ഉള്ളിലുള്ള ഓർബിറ്റ് അഥവാ എനർജി സ്റ്റേറ്റ്, അതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഇലക്ട്രോണിന് എനർജി കിട്ടുകയാണെങ്കിൽ, മനസ്സിലായാലും ഇപ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും, ഇലക്ട്രോണിന് എനർജി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ജംപ് ഫ്രോം ദിസ് ഓർബിറ്റ് ടു അതർ ഓർബിറ്റ്സ്. ഇവിടുന്ന് നേരെ ഹയർ ഓർബിറ്റ്സിലോട്ട് ജമ്പ് ചെയ്യും. ഇലക്ട്രോണിന് എനർജി റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ എനർജി സ്റ്റേറ്റിൽ നിന്ന് താഴത്തെ ഏറ്റവും ഉള്ളിലുള്ള എനർജി സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ഏറ്റവും അകത്തുള്ള എനർജി സ്റ്റേറ്റ് അഥവാ ഓർബിറ്റിനെ പറയുന്ന പേരാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. നോർമൽ ടെമ്പറേച്ചറിലെല്ലാം ഇലക്ട്രോൺ ഇവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക. ടെമ്പറേച്ചർ കൂടെ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇലക്ട്രോൺസ് കുറേ കൂടി ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. 2, 3, 4 എക്സെട്രാനെ നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇലക്ട്രോൺസിന് എനർജി കിട്ടുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് മറ്റുള്ള എനർജി സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്യും. ഇലക്ട്രോൺസ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് അഥവാ ഓർബിറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ കിടന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇലക്ട്രോൺസ് ഒരിക്കലും ഇവിടെ ഒന്നും വരില്ല. ഈ എം ടി സ്പേസ് ഇല്ലേ, ഇവിടെ ഒന്നും നിൽക്കില്ല. ഇലക്ട്രോൺസ് എപ്പോഴും ഈ പറയുന്ന 1, 2, 3, 4 എന്ന് നമ്പർ ചെയ്തിട്ടില്ലേ, ആ പറയുന്ന എനർജി സ്റ്റേറ്റിൽ മാത്രമേ നിൽക്കുള്ളൂ. അതിനിടയ്ക്കുള്ള സ്പേസിൽ ഇലക്ട്രോൺ നിൽക്കില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ പോയിന്റ്. അപ്പോൾ പുറത്തോട്ട് ഇലക്ട്രോൺസിന് എനർജി കിട്ടുമ്പോൾ ഇലക്ട്രോൺ പുറത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. മനസ്സിലായല്ലോ? ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്യും. ഇങ്ങനെ പോകും തോറും എനർജി കൂടിക്കൂടിയാണ് വരുന്നത്. ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജമ്പ് ചെയ്ത് ഇവിടെ എത്തിയാൽ എന്ന് വെച്ചാൽ ഇലക്ട്രോണിന് എനർജി കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ ജമ്പ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും തോറും എനർജി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. എൻ ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം could revolve in a certain stable orbits without emission of radiant energy. ഇലക്ട്രോണ് ഇതേപോലത്തെ സ്റ്റേബിളായിട്ടുള്ള എനർജി സ്റ്റേറ്റിൽ മാത്രമേ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യില്ല. മനസ്സിലായല്ലോ? അതാണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇലക്ട്രോണ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് എമിറ്റ്. ഒരു പർട്ടിക്കുലർ ഓർബിറ്റ്, ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യില്ല. ഓക്കെ, അതിൻ്റെ റീസൺ വേണ്ട. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോർസ് മോഡലിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ഇലക്ട്രോൺ മൂവ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ് for which the angular momentum is some integral multiple of h by 2 pi, where h is Planck's constant.
അതായത് ഇലക്ട്രോണ് ഈ പറയുന്ന ഏത് എനർജി സ്റ്റേറ്റിൽ വേണമെങ്കിലും വരാം. അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇലക്ട്രോണ് ഈ എനർജി സ്റ്റേറ്റ് അല്ലേ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ് ഇൻറ്റു ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഇൻറ്റു അവിടെ വരുന്ന റേഡിയസ്, അതിന് നമ്മൾ ആംഗുലാർ മൊമെൻ്റ് എന്നാണ് പറയുക. ഇലക്ട്രോണിൻ്റെ മാസ്, ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഇൻറ്റു ദ റേഡിയസ്, ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രോഡക്റ്റിനെ പറയുന്ന പേര് ആംഗുലാർ മൊമെൻറ്റം. ഈ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു h/2π ആണെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണുള്ള എനർജി സ്റ്റേറ്റ് ഏതാണ്, അതാണ് n. ഇപ്പോൾ നിലവിലിപ്പോൾ ഇലക്ട്രോൺ ഉള്ളത് മൂന്നാമത്തെ എനർജി സ്റ്റേറ്റിലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ n-ന് 3 കൊടുത്താൽ മതി. അപ്പോൾ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ ദിസ് സ്റ്റേബിൾ എനർജി സ്റ്റേറ്റ്, എനി ഓഫ് ദിസ് സ്റ്റേബിൾ എനർജി സ്റ്റേറ്റ്സ് സാറ്റിസ്ഫൈയിങ് ദ കണ്ടീഷൻ, അത്രയേ ഉള്ളൂ, സാറ്റിസ്ഫൈയിങ് ദ കണ്ടീഷൻ. mvr = nh/2π. m എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മാസ്, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജി സ്റ്റേറ്റ് അഥവാ ആ ഓർബിറ്റിലുള്ള വെലോസിറ്റി, r എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന റേഡിയസ്. ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രോഡക്റ്റിന് നമ്മൾ ആംഗുലാർ മൊമെൻ്റ് എന്നാണ് പറയുക. അത് nh/2π ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ എനർജി സ്റ്റേറ്റ് ആണ് എന്നുള്ളത് നോക്കും, അതാണ് n. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, h എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പറാണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 6.63 ഇൻറ്റു 10⁻⁻34 ജൂൾ/സെക്കൻഡ് ആണ്. വാല്യൂ അറിഞ്ഞിരിക്കുക. അപ്പോൾ h ഒരു ഫിക്സഡ് നമ്പറാണ്. പൈ എന്ന് പറഞ്ഞാൽ 3.14, അതും അറിയാമല്ലോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ എനർജി സ്റ്റേറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യില്ല. ഇലക്ട്രോൺസിന് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഏത് എനർജി സ്റ്റേറ്റിൽ വേണമെങ്കിലും ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാം. പക്ഷേ ഇതിനിടയ്ക്കുള്ള സ്പേസിൽ ഇലക്ട്രോൺ നിൽക്കില്ല. പിന്നെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടായിരിക്കും റിവോൾവ് ചെയ്യുക. mvr = nh/2π. നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. an electron might make a transition from one of the specified non-radiating orbits to another lower energy. When it does so, a photon is emitted having an energy is equal to the energy difference between the initial and final state. അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഇലക്ട്രോണിന് ഏത് എനർജി സ്റ്റേറ്റിൽ വേണമെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇനീഷ്യലി സപ്പോസ് ഇലക്ട്രോൺ ഇവിടെ എത്തി, ടെമ്പറേച്ചറൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോണിന് പിന്നീട് വേണമെങ്കിൽ ഇവിടുന്ന് താഴെ എനർജി മനസ്സിലായാലേ വേണമെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടോ അതല്ലെങ്കിൽ ഇതിൽ നിന്ന് എനർജി കുറവുള്ള സ്റ്റേറ്റിലോട്ടോ ജമ്പ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺ ക്യാൻ മേക്ക് എ ട്രാൻസിഷൻ ഫ്രം ഹയർ എനർജി സ്റ്റേറ്റ് ടു ലോവർ എനർജി സ്റ്റേറ്റ്. ഈ പുറത്തോട്ട് പോകുമ്പോൾ എനർജി സ്റ്റേറ്റ് കൂടുതലാണ്, എനർജി കൂടുമ്പോഴാണല്ലോ പുറത്തോട്ട് പോകുന്നത്, എനർജി കുറയുമ്പോൾ ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഇലക്ട്രോൺ ക്യാൻ മേക്ക് എ ട്രാൻസിഷൻ ഫ്രം ഹയർ എനർജി സ്റ്റേറ്റ് ടു ലോവർ എനർജി സ്റ്റേറ്റ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി ഡൗൺ ആയി അല്ലേ. അപ്പോൾ എത്ര ഡൗൺ ആയോ അത്രയും എനർജി ഉള്ള ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തിട്ടായിരിക്കും ആ ട്രാൻസിഷൻ നടക്കുക. മനസ്സിലായാലോ, ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. an electron can make a transition from higher energy state to lower energy state by emitting a radiation. എമിറ്റ് ചെയ്തിട്ടേ ഈ ട്രാൻസിഷൻ നടക്കുള്ളൂ. ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നല്ല എനർജി ഉണ്ടാവുമല്ലോ, ഇവിടെ ലോവർ എനർജിയാണ്. ഈ എനർജി ഡിഫറൻസ് എത്രയാണോ അത്രയും എനർജിയുള്ള ഫോട്ടോൺസ്, ഒരു സിംഗിൾ ഫോട്ടോണിനായിരിക്കും അത് എമിറ്റ് ചെയ്യാം. ഒരു ഉദാഹരണത്തിന് വെറുതെ ഒരു എക്സാമ്പിളായിട്ട് കരുതിയാൽ മതി. ഇവിടെ വല്ല -7.7 ഇലക്ട്രോൺ വോൾട്ട്, വെറുതെ ഒരു എക്സാമ്പിളായിട്ട് കരുതിയാൽ മതി, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കരുതിയാൽ മതി. ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് ഇവിടെ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ -4 ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് കേട്ടോ. അപ്പോൾ എനർജി മനസ്സിലായല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, നമ്പർ ഒന്ന് വെറുതെ മാറ്റിയേക്കട്ടെ. ഇവിടെ എന്തെങ്കിലും നമ്പർ പറഞ്ഞാൽ -4 ഇലക്ട്രോൺ വോൾട്ട്, ഇവിടെ -7 ഇലക്ട്രോൺ വോൾട്ട്. സപ്പോസ് ഒരു എക്സാമ്പിളായിട്ട് മാത്രം കരുതിയാൽ മതി.
ഇവിടെ -4 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു, ഇവിടെ -7 ഇലക്ട്രോൺ വോൾട്ടാണ് എനർജി. അപ്പം ഇങ്ങനെ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി കുറഞ്ഞു. -4 നിന്ന് -7 ആവാന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എനർജി കുറഞ്ഞിരിക്കുക. അതറിയില്ലേ? -4 നിന്ന് -7 പോകാന്ന് പറഞ്ഞാൽ എനർജി ഡൗൺ ആയി. അപ്പോൾ എത്ര ഡിഫറൻസ് വന്നു? ഒരു 3 ഇലക്ട്രോൺ വോൾട്ടാണ് ഡൗൺ ആയത് അല്ലേ? ഇവിടുന്ന് ഒരു 3 കുറഞ്ഞപ്പോഴാണ് ഇങ്ങനെയായത്. അപ്പോൾ എത്ര എനർജി കുറഞ്ഞോ അത്രയും എനർജിയുള്ള ഫോട്ടോൺസിനെ അത് എമിറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജിയിൽ എത്ര കുറവ് വന്നു എന്നുള്ളത് നോട്ട് ചെയ്യുക. എത്ര കുറവ് വന്നോ അത്രയും എനർജിയുള്ള ഒരു സിംഗിൾ ഫോട്ടോണിനെ എമിറ്റ് ചെയ്യും. എമിറ്റ് ചെയ്തിട്ടാണ് ഈ ട്രാൻസിഷൻ നടക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോണിൻ്റെ എനർജി h/μ ആണ്. കേട്ടല്ലോ? ഓർത്ത് വെച്ചോ. ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ്? h/μ ആണ്. h/μ അത് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫോട്ടോണിൻ്റെ എനർജി h/μ ആണ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺ. ഈ എമിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി, അതാണ് മ്യൂ. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ h/μ ഈക്വൽ ടു എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോൺ. h/μ ഈക്വൽ ടു ഇനീഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി. ഇനീഷ്യൽ എനർജി കൂടുതലും ഫൈനൽ എനർജി കുറവായിരുന്നല്ലോ. അപ്പോൾ ഇനീഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ എനർജി ഓഫ് ദ ഫോട്ടോൺ. h/μ കിട്ടും. പിന്നെ ഈ ഫോർമുലയും കൂടി ബൈ ഹാർട്ടാക്കുക. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കും. mvr = nh/2πയുടെ ഡെറിവേഷനും ഈ ഡെറിവേഷനും നമ്മൾ രണ്ടും ബൈ ഹാർട്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth എനർജി സ്റ്റേറ്റിലുള്ള എനർജിയാണ്. nth ഓർബിറ്റിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതൊരു എനർജി ഉണ്ടാവുമല്ലോ, അതാണ് എഴുതിയിരിക്കുന്നത് en. എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ nth എനർജി സ്റ്റേറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ -13.6/n² ഇലക്ട്രോൺ വോൾട്ടാണ്. ബൈ ഹാർട്ടാക്കുക. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഇലക്ട്രോണിന് എത്ര എനർജി ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുലയിൽ എന്നിന് 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ -13.6 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. തേർഡ് എനർജി സ്റ്റേറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എനർജി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുലയിൽ എന്നിന് 3 കൊടുത്താൽ എനർജി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള എനർജിയും ഫൈനൽ സ്റ്റേറ്റിലുള്ള എനർജി കാണാൻ പറ്റും. അത് രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി കിട്ടും. ഓക്കെ.